ട്രൈ സംതിങ് സ്പെഷ്യൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിലാണ്. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPയുടെ എക്സിബിഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വളരെ വൈറലായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യം ഞങ്ങളുടെ കൊല്ലക്കാരൻ തന്നെയാണ്, ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു കുറച്ച് സമയം നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ഈ ഫീൽഡിലേക്ക്. കാരണം വന്നതിന് ശേഷം മൊത്തത്തിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? എല്ലാ വീഡിയോസും വൈറലാണ്, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും. നമ്മളൊരു സത്യത്തിൽ ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് വീഡിയോയിലൂടെയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ വെച്ചാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി കാണും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാധീനിച്ചിട്ടുള്ള, നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പേര് മനസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ പേര് വന്നല്ലേ? ഓക്കെ, മനസ്സിലൊരു സിനിമ സ്ക്രീനിൽ എന്നതുപോലെ ആ ഒരു പേര് തെളിഞ്ഞു വരുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് A to Z കൗണ്ട് ചെയ്യാം. മനസ്സിൽ ആ പേര് വിചാരിച്ചുകൊണ്ട് A to Z വരെ ഒന്ന് കൗണ്ട് ചെയ്യാം, നമ്മുടെ ഓഡിയൻസിനോട് കേൾക്കാൻ കഴിയത്തക്ക രീതിയിൽ. പിക്ക് ശേഷം ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. ടിക്ക് ശേഷം ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. RST ഓക്കെ. സെക്കൻഡ് ആൽഫബറ്റ് മനസ്സിലേക്ക് വരുത്ത രീതിയിൽ ഒന്ന് കൗണ്ട് ചെയ്യാം. സെക്കൻഡ് ആൽഫബറ്റ് മനസ്സിലേക്ക് ഒന്ന് വരത്തക്ക രീതിയിൽ A to Z ഒന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ. ഒരു സിനിമ നമ്മൾ എങ്ങനെയാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, സിനിമ സ്ക്രീനിൽ പോലെ നമ്മുടെ മുന്നിലേക്ക് ആ വ്യക്തി ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, എൻ്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പേര് ഞാൻ ഇവിടേക്ക് ഒന്ന് എഴുതുകയാണ്. ഓഡിയൻസിനെ കാണിച്ചുകൊണ്ട് തന്നെ എഴുതുന്നത്. തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല. ആൻഡ് മേ ബി ശരിയാവും, മേ ബി തെറ്റാവും. ഞാനത് എഴുതാം. മലയാളത്തിൽ തന്നെ എഴുതുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് ഈ ഒരു പേരാണ്. ഈ ഒരു നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ചേട്ടാ ഒച്ചത്തിൽ ഞാൻ പറയുന്ന സമയത്ത് അറ്റ് ദ കൗണ്ട് ഓഫ് 3 മനസ്സിലുള്ള ആ വ്യക്തിയുടെ പേര് ഒച്ചത്തിലൊന്ന് പറയാൻ പറ്റുമോ? അറ്റ് ദ കൗണ്ട് ഓഫ് 3. റെഡി? 1, 2 and 3. വിക്രം. ഉറപ്പാണോ? താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.